ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിമത വൈദികർക്ക് ഷൈജുവിൻ്റെ തീട്ടൂരം. പണ്ട് രാജാക്കന്മാരും നാടുവാഴികളൊക്കെ പ്രജകൾക്ക് ചില സ്ഥാനമാനങ്ങളെല്ലാം കൽപ്പിച്ച് നൽകിയിരുന്നു. അതിനെയാണ് തീട്ടൂരം എന്ന് പറഞ്ഞിരുന്നത്. ഖജനാവിലേക്കുള്ള വരുമാന മാർഗമായിരുന്നു അത്. കാശ് കൊടുത്ത് പദവിയോ ഒക്കെ വാങ്ങിക്കുക. പിന്നീട് അലംഘനീയമായ ഉത്തരവുകൾക്കും കൽപ്പനകൾക്കും തീട്ടൂരം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. തിരുവായിക്ക് എതിർവായി ഇല്ലാതെ അനുസരിക്കേണ്ടതായ ഉത്തരവുകൾ, കൽപ്പനകൾ, ആജ്ഞകൾ. അത്തരത്തിലൊന്ന് ഇറക്കിയിരിക്കുകയാണ് എറണാകുളത്തെ സ്വതന്ത്ര സഭയുടെ കപ്പിത്താൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: താരതമ്യേന ചെറുപ്പക്കാരനായ പാമ്പ്ളാനി പിതാവ് വന്നപ്പോൾ നമ്മൾ കരുതി കൂരിയായുടെ തടവിൽ ആയിരിക്കുകയില്ലെന്ന്. പക്ഷേ ആ കരുതൽ തെറ്റായിരുന്നുവെന്ന് ഇന്ന് നമുക്ക് ബോധ്യമുണ്ട്. അൽമായ മുന്നേറ്റക്കാരുടെ ഏത് വിചാരമാണ് ശരിയായിട്ടുള്ളത് ഇന്ന് വരെ? അൽമായ മുന്നേറ്റക്കാരുടെ ഏതെങ്കിലും കരുതലുകളോ വിചാരങ്ങളോ ചിന്തകളോ ശരിയായിട്ടുണ്ടോ? തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവരെ മാത്രം താലോലിക്കുകയും തങ്ങളുടെ എന്തെങ്കിലും അനുസരിക്കാൻ മറ്റൊരു അഭിപ്രായം പറയുകയോ ചെയ്താൽ മാർപ്പാപ്പി അനുസരിക്കണമെന്നോ സഭ അനുസരിക്കണമെന്നോ പറഞ്ഞാൽ അവരെ സഭാവിരുദ്ധരെ ചിത്രീകരിക്കുന്ന അൽമായ മുന്നേറ്റക്കാരുടെ എല്ലാ വിചാരങ്ങളും തെറ്റായിരുന്നുവെന്ന് ലോകത്തെ സകല ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ആ കരുതൽ തെറ്റായിരുന്നുവെന്ന്, ആ കരുതൽ മാത്രമല്ല എല്ലാ വിചാരങ്ങളും തെറ്റായിരുന്നു, ഇത് ലോകത്തെ സകലർക്കും അറിയാം. വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അൽമായ മുന്നേറ്റ നേതാവിൻ്റെ വാക്കുകൾ: ആദ്യ ദിവസത്തിൽ കണ്ട ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനിയല്ല രണ്ടാം ദിവസം, രണ്ടാം ദിവസം കണ്ട ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനിയല്ല മൂന്നാം ദിവസം. സ്വയം സർവവിജ്ഞാന കോശം എന്ന് നടിക്കുന്ന ഈ കപ്പിത്താന്, ഈ അൽമായ മുന്നേറ്റ നേതാവിന് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. ജീവശാസ്ത്രപരമായി നോക്കിയാൽ പോലും ആദ്യ ദിവസം കാണുന്ന ആളായിരിക്കില്ലല്ലോ പിറ്റേ ദിവസം. മനുഷ്യരെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരേ കാര്യത്തെക്കുറിച്ച് രണ്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ നിലപാട് സ്വീകരിക്കണം, നിങ്ങൾ അംഗീകരിക്കണം. അതായത് ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാനൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം. എന്താ കാര്യം? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി പഠിച്ചു, മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് പരിഗണിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ദൈവം എന്നോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അപ്പോൾ പല കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ ഒരേ വിഷയത്തെക്കുറിച്ച് ഞാൻ പല നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പറഞ്ഞ നിലപാടാണ് അംഗീകരിക്കേണ്ടത്. മനുഷ്യർക്ക് വളർച്ച ഉണ്ടാകുമല്ലോ, ബട്ട് സം പീപ്പിൾ നെവർ ഗ്രോ. ചില പീപ്പിൾ ഒരിക്കലും വളരില്ല. അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഈ അൽമായ മുന്നേറ്റക്കാർ. അവരുടെ നേതാവാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കാണുമ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളല്ല ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനിൽ നിന്ന് ഞങ്ങൾ കേട്ടത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ വാചകം. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കാണുമ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളല്ല. ആ ഗംഭീര പ്രയോഗം ഗംഭീരമായിട്ടുണ്ട് അൽമായ മുന്നേറ്റ നേതാവിൻ്റെ. പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന, ആരാണ് പറഞ്ഞുവെന്ന് പറഞ്ഞത്? രായനച്ഛൻ. ഏകം വിമത ന്യൂസില്ലേ, അതിനകത്ത് പുറകിലൊരു അച്ഛനുണ്ട്, തലയിനച്ഛനാന്ന് തോന്നുന്നു. അതിൻ്റെ മുമ്പിൽ രായനച്ഛനാണ് പാമ്പ്ളാനി പിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നോട്ട് ബുക്കും പൊക്കി പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, ആർച്ച് ബിഷപ്പ് പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന, അത് രായനച്ഛൻ എങ്ങനെ മനസ്സിലാക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പാമ്പ്ളാനി പിതാവ് പറഞ്ഞ കാര്യങ്ങളല്ല രായനച്ഛൻ പുറത്ത് വന്ന് ഏകം വിമത ന്യൂസിനോട് പറഞ്ഞത്. കാരണം പാമ്പ്ളാനി പിതാവ് എന്താ പറഞ്ഞത് രേഖാമൂലം നമ്മൾ അറിയിച്ചു. അപ്പോൾ മറിച്ച് പറഞ്ഞ ആ രായനച്ഛനോട് ഈ അൽമായ മുന്നേറ്റ നേതാവ് ചോദിച്ചാൽ മതി, എന്താണ് ആർച്ച് ബിഷപ്പ് പറഞ്ഞത്, എന്താണ് താങ്കൾ കേട്ടത്? ഏതായാലും ആർച്ച് ബിഷപ്പ് പറഞ്ഞതല്ല രായനച്ഛൻ കേട്ടതല്ല ഈ ഏകം ന്യൂസിന് മുമ്പിൽ വന്ന് വിളമ്പിയത്. 3-4 ദിവസങ്ങൾ കൊണ്ട് ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി ആകെ മാറിയിരുന്നു. അൽമായ മുന്നേറ്റ നേതാവിൻ്റെ വാക്കുകളാണ്. 3-4 ദിവസം കൊണ്ട് ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി ആകെ മാറിയിരുന്നു. ഹൃദയം തുറന്ന് നല്ലൊരു ധ്യാനം കൂടിയാൽ അൽമായ മുന്നേറ്റ നേതാവിന് മാറ്റം വരുമായിരിക്കും. വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനി ഇന്ന്
24/1/2025 ഫാദർ ജോഷി പുതുവയിലൂടെ ഇറക്കിയ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും അൽമായ വിശ്വാസികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. എന്തൊരു ഗംഭീരമായ വചനമാണിത്. ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഇന്ന് 24/1/2025 ഫാദർ ജോഷി പുതുവയിലൂടെ ഇറക്കിയ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും വിശ്വാസികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയല്ലേ? മറിച്ചല്ലേ സംഭവിച്ചത്? പാംപ്ലാനി പിതാവ് സത്യവിശ്വാസികളെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം കർത്താവിനോടും മാർപ്പാപ്പയോടും മെത്രാൻ സിനഡിനോടും സുറിയാനി കത്തോലിക്ക സഭയോടും കൂറു പുലർത്തിയിരിക്കുന്നു. തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തുനിഞ്ഞിരിക്കുന്നു. അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കർത്താവിനോട് കൂറു പുലർത്തുന്ന വൈദികരുടെയും ഏകദണ്ഡ് എല്ലാ തന്നെ അൽമായ വിശ്വാസികളെയും ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയാണ് ചെയ്തത്. പാംപ്ലാനി പിതാവ് ഹൃദയങ്ങളിൽ ഇറങ്ങിപ്പോവുകയല്ല. ഇറങ്ങിപ്പോയത് കർത്താവിനനുസരിക്കില്ല, മാർപ്പാപ്പ അനുസരിക്കില്ല, മെത്രാന്മാരനുസരിക്കില്ല എന്നെല്ലാം പിടിവാശി പിടിച്ചിരിക്കുന്ന ഏതായും അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദിക ഹൃദയങ്ങളിൽ നിന്നാണ്. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ലേ നല്ലത്. അത്രമാത്രം ദുഷ്ടത കുടികൊള്ളുന്ന ഒരു ഹൃദയമാണ് അവിടെ കയറിക്കൂടിയാൽ നമ്മുടെ കാര്യം എന്താകും? കഷ്ടം തന്നെ. അപ്പം അതുകൊണ്ട് ഇറങ്ങിപ്പോയത് നന്നായി. ഇനിയാണ് ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ കർക്കശമായ കൽപ്പന. ആ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതാണ്. ഇനി ഇദ്ദേഹവുമായി, അതായത് ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല. ഇനി ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല, സഹകരിക്കുന്നതിൽ അർത്ഥമില്ല, സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അർത്ഥമെന്നതിന് പണമെന്നും കൂടി ഒരു അർത്ഥമുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ഉണ്ടാകാലോ. ഈ തീട്ടൂരം നൽകുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ വല്ല ഒരു ഇടപാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇനി ഇദ്ദേഹവുമായി, ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല, സഹകരിക്കുന്നതിൽ അർത്ഥമില്ല, സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാം ഇവിടെ വെച്ച് നിർത്തിയോണം. എന്താ കൽപ്പന? എല്ലാം ഇവിടെ വെച്ച് നിർത്തിയോണം. എന്നിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് വിമത വൈദികർക്ക്. ഇദ്ദേഹം വൈദികരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ പോലും പോകരുത്. വിശ്വാസികളെ വിവിധ ഘടകങ്ങളെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചേക്കാം. ഒരാൾ പോലും പോകരുത്. ഈ ക്രിമിനൽ കൂരിയായ ഈ ബിഷപ്സ് ഹൗസിൽ മാറ്റുന്നത് വരെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി നമുക്ക് പരിപൂർണമായും അന്യനായിരിക്കണം. ഒരു വ്യത്യാസം വേണ്ട ഇക്കാര്യത്തിൽ. ക്രിമിനൽ കൂരിയായ ഈ ബിഷപ്സ് ഹൗസിൽ മാറ്റുന്നത് വരെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി നമുക്ക് പരിപൂർണമായും അന്യനായിരിക്കണം. ഒരു വ്യത്യാസവും വേണ്ട ഇക്കാര്യത്തിൽ. ഈ അൽമായ മുന്നേറ്റ നേതാവിൻ്റെ അലംഘനീയമായ ഈ കൽപ്പനയെ ലംഘിക്കാൻ കെൽപ്പുള്ള ഏതെങ്കിലും വിമത വൈദികനുണ്ടോ? എഴുന്നേറ്റ് നിൽക്കൂ. ആരാണ് വിമത വൈദികരെ നിയന്ത്രിക്കുന്നത്? ആരുടെ കയ്യിലാണ് ആ ചരട് ഇരിക്കുന്നത്? ആരാണ് വിമത വൈദികർക്ക് കൽപ്പനകൾ കൊടുക്കുന്നത്? ഈ ചരട് വലിക്കുന്ന, ഈ അൽമായ മുന്നേറ്റ നേതാവ് വലിക്കുന്ന ചരട് അനുസരിച്ച്, ആ ചരട് ഇങ്ങനെ വലിക്കുന്ന അനുസരിച്ച് തുള്ളുന്ന പാവക്കൂട്ടം മാത്രമല്ലേ വിമത വൈദികരെ? നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് നിങ്ങളോട് പുച്ഛവും സഹതാപവും മാത്രം. നിങ്ങൾ വീണ് കിടക്കുന്നത് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നിങ്ങൾക്ക് തിരിച്ചറിവ് വരണമെങ്കിൽ കർത്താവിലേക്കും കർത്താവിൻ്റെ സഭയിലേക്കും തിരിച്ചു വരിക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.